അതിഭയങ്കരനായ മുരാസുരൻ ദേവന്മാരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ദേവലോകത്തു നിന്നും പുറത്താക്കി. ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. അപേക്ഷ സ്വീകരിച്ച വിഷ്ണു ഭഗവാൻ ദേവന്മാരോടൊപ്പം യുദ്ധത്തിനായി പുറപ്പെട്ടു. 1000 വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിൽ ശക്തരായ അസുരപ്പടയുടെ മുന്നിൽ ദേവന്മാർ ക്ഷീണിതരായി. ഇത് മനസ്സിലാക്കി അല്പസമയത്തെ വിശ്രമത്തിനായി വിഷ്ണു ഭഗവാൻ ബദരികാശ്രമത്തിലേക്ക് പോയി യോഗനിദ്രയിലാണ്ടു. എന്നാൽ പിന്തുടർന്നെത്തിയ മുരാസുരൻ ധ്യാനത്തിലായിരുന്ന വിഷ്ണു ഭഗവാനെ ആക്രമിക്കാൻ ഒരുങ്ങി. ആ സമയം ഭഗവാന്റെ യോഗശക്തിയിൽ നിന്നും ദിവ്യ തേജസ്സോടു കൂടിയ ആയുധധാരിയും പരാക്രമിയുമായ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുകയും അസുരനെ വധിക്കുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ വധിക്കപ്പെട്ട അസുരനെ കണ്ട് സന്തുഷ്ടനായ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ജനിച്ച ആ ദേവിയെ ഏകാദശി ദേവി എന്ന് വിളിക്കുകയും ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറയുകയും ചെയ്തു. ഇതിന് ദേവി തന്റെ പേരിൽ എല്ലാ വ്രതങ്ങളിലും വച്ച് ശ്രേഷ്ഠമായ ഒരു വ്രതം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്രകാരമാണ് ഏകാദശി വ്രതം ആരംഭിച്ചത്.